ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ടൈം മാഗസിൻ 2020 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനും അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന കമല ഹാരിസിനെയുമാണ്. അപ്പോൾ ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് 2020 തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയൊക്കെയാണ്? ജോ ബൈഡനെയും അതുപോലെ തന്നെ കമല ഹാരിസിനെയുമാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫിനാൻഷ്യൽ ടൈംസ് മാഗസിന്റെ 2020 ലോകത്തിലെ സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി കെ ശൈലജ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അമേരിക്കൻ പാർലമെന്റിന്റെ കോൺഗ്രഷണൽ പ്രോഗ്രസീവ് കോക്കസ് CPCയുടെ അധ്യക്ഷയായിട്ട് നിയമിതയായിരിക്കുന്നത് ഇന്ത്യൻ വംശജയായ പ്രമീള ജയ്പാലാണ്. അപ്പോൾ അമേരിക്കൻ പാർലമെന്റിന്റെ കോൺഗ്രഷണൽ പ്രോഗ്രസീവ് കോക്കസിന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായിരിക്കുന്നത് പ്രമീള ജയ്പാലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻസ്. ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ ഫിസിക്സും അതുപോലെ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയൻ എന്നിവയുടെ സഹകരണത്തോടുകൂടി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് വിതരണം ചെയ്യുന്ന പുരസ്കാരമാണ് രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻസ്. ഈ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് ബ്രസീലിയൻ ഗണിതജ്ഞയായ ഡോക്ടർ കരോളിന അരോജയ്ക്കാണ്. അപ്പോൾ 2020 രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻസ് പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? ബ്രസീലിയൻ ഗണിതജ്ഞയായ ഡോക്ടർ കരോളിന അരോജയാണ്. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ശാസ്ത്ര യൂണിവേഴ്സിറ്റി വിതരണം ചെയ്യുന്ന ശാസ്ത്ര രാമാനുജൻ പ്രൈസ്. ഈ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? ഇസ്രായേലി ഗണിതജ്ഞനായ ഡോക്ടർ ഷായ് ഇവ്രയ്ക്കാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പ് ഫ്രാൻസിസിനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോർജ് മരിയോ ബെർഗോളിയോ ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം അർജന്റീനയാണ്. ഇറാഖ് സന്ദർശിക്കുന്ന ആദ്യ മാർപ്പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ്. അപ്പോൾ 2021 മാർച്ചിലാണ് അദ്ദേഹം ഇറാഖ് സന്ദർശിക്കുന്നത്. അപ്പോൾ ഇറാഖ് സന്ദർശിക്കുന്ന ആദ്യ മാർപ്പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ്. ഇറാഖിന്റെ തലസ്ഥാനം നമുക്കറിയാം ബാഗ്ദാദ് ആണ്. ഇറാഖിന്റെ കറൻസി ഇറാഖി ദിനാറാണ്. ഇറാഖിന്റെ പ്രസിഡന്റ് ബാർഹം സാലിഹാണ്. ഇറാഖിന്റെ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖദീമിയാണ്. അപ്പോൾ ഇറാഖ് സന്ദർശിക്കുന്ന ആദ്യ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് വിതരണം ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ അവാർഡ് 2020 ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ ഈ പുരസ്കാരം നേടിയ ഇന്ത്യൻ സ്ഥാപനമാണ് ഹെൽപ്പേജ് ഇന്ത്യ. ആദ്യമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ സ്ഥാപനത്തിന് UN പോപ്പുലേഷൻ അവാർഡ് ലഭിക്കുന്നത്. അത് ഹെൽപ്പേജ് ഇന്ത്യയാണ്. ഹെൽപ്പേജ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത് നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹെൽപ്പേജ് ഇന്ത്യയ്ക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചത്. ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഭൂട്ടാന്റെ ക്യൂൻ മദറായ യാലും വാങ്ചക്കിനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിനെ പറ്റിയാണ്. നാവിക്കിന്റെ ഫുൾ ഫോം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. ISRO ആണ് ഇങ്ങനെ ഒരു നാവിഗേഷൻ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. 2020 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അംഗീകാരത്തോടെ വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റം WWRNSന്റെ ഭാഗമായ നാവിഗേഷൻ സിസ്റ്റമാണ് നാവിക്. അപ്പോൾ 2020 ഡിസംബറിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMOയുടെ അംഗീകാരത്തോടുകൂടെ വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണെന്ന് നമ്മൾ പറഞ്ഞു. IMOയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് UK ലണ്ടനിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ചിലാഹത്തി എന്ന സ്ഥലത്തെ പറ്റിയാണ്. 55 വർഷത്തിന് ശേഷം ഇന്ത്യ റെയിൽ റൂട്ട് വീണ്ടും ചിലാഹത്തിയിലേക്ക് പുനരാരംഭിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ഹൽദിബാരിയിൽ നിന്നാണ് ചിലാഹത്തി വരെ റെയിൽ ഗതാഗതം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം നമുക്കറിയാം ഢാക്കയാണ്. കറൻസി ഢാക്കയാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിനെ പറ്റിയാണ്. ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഗെയിംസ് 2023 വേദിയാകുന്ന രാജ്യം മഡഗാസ്കറാണ്. 4 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഗെയിംസ് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. അവസാനമായി നടന്നത് 2019 2019 ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഗെയിംസിന് വേദിയായ രാജ്യം മൌറീഷ്യസ് ആണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങളുടെ ഒരു കായികമേളയാണ് ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഗെയിംസ് എന്നുള്ളത്. അപ്പോൾ 2023 അത് നടക്കുന്നത് എവിടെയാണ്? മഡഗാസ്കറിലാണ്. 2019 അത് നടന്നത് മൌറീഷ്യസിലാണ്.
അപ്പോൾ മഡഗാസ്കറിലാണ് 2023 ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഗെയിംസിന്റെ വേദി എന്ന് നമ്മൾ പറഞ്ഞു. ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രമാണ് മഡഗാസ്കർ. മഡഗാസ്കറിന്റെ തലസ്ഥാനം ആന്റിനാനാരിമോ ആണ്. മഡഗാസ്കറിന്റെ കറൻസി മലാഗസി അരേരിയാണ്. മഡഗാസ്കറിന്റെ പ്രധാനമന്ത്രി ക്രിസ്ത്യൻ സേ ആണ്. മഡഗാസ്കറിന്റെ പ്രസിഡന്റ് ആൻഡ്രി റൊജാലിനിയാണ്. അപ്പോൾ 2023 ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം മഡഗാസ്കറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൂചികയാണ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സ്. നഗരഭരണ നിർവഹണത്തിലെ മികച്ച സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് മുംബൈ ആസ്ഥാനമായുള്ള പ്രജാ ഫൌണ്ടേഷനാണ്. അപ്പോൾ നഗരഭരണ നിർവഹണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ഈ ഇൻഡെക്സിൽ ഒഡീഷയ്ക്ക് ശേഷമുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, കേരളം, മധ്യപ്രദേശാണ്. ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡാണ്. അപ്പോൾ പ്രജാ ഫൌണ്ടേഷൻ പബ്ലിഷ് ചെയ്ത അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഈ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 4ാമതാണ്. ഈ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം നാഗാലാൻഡാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പറ്റിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി വധശിക്ഷ നൽകാൻ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈ നിയമത്തെ അറിയപ്പെടുന്നത് ശക്തി ബിൽ എന്ന പേരിലാണ്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി വധശിക്ഷ നൽകാൻ കരട് നിയമം പാസാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുപോലെ തന്നെ സിനിമ, വിനോദ മേഖല തുടങ്ങിയവയ്ക്ക് വ്യാവസായിക പദവി നൽകുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം നമുക്കറിയാം മുംബൈയാണ്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ കേരള ടെക്നോളജി ഇന്നൊവേഷൻ സോണിലെ IT സ്ഥാപനമായ റിയാഫൈ ടെക്നോളജീസിനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഹുവാവേ നടത്തിയ ഹുവാവേ HMS ആപ്പ് ഇന്നൊവേഷൻ കോൺടെസ്റ്റിൽ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് പുരസ്കാരം നേടിയ ഇന്ത്യൻ IT സ്ഥാപനമാണ് എറണാകുളം ജില്ലയിലെ റിയാഫൈ ടെക്നോളജീസ്. അപ്പോൾ ഹുവാവേ HMS ആപ്പ് ഇന്നൊവേഷൻ കോൺടെസ്റ്റിൽ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും പുരസ്കാരം നേടിയ ഇന്ത്യൻ IT സ്ഥാപനമാണ് റിയാഫൈ ടെക്നോളജീസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ എന്ന സ്ഥലത്തെ പറ്റിയാണ്. 2020 ഡിസംബറിൽ 9ാമത് സസ്റ്റൈനബിൾ മൌണ്ടൻ ഡെവലപ്മെന്റ് സമ്മിറ്റിന്റെ വേദിയാകുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്. അപ്പോൾ 2020 ഡിസംബറിൽ നടക്കുന്ന സസ്റ്റൈനബിൾ മൌണ്ടൻ ഡെവലപ്മെന്റ് സമ്മിറ്റിന്റെ വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോറം ഉത്തരാഞ്ചലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രശസ്ത ബോളിവുഡ് താരം സോനു സൂദിനെ പറ്റിയാണ്. ബ്രിട്ടീഷ് ദിനപത്രമായ ഈസ്റ്റേൺ ഐ റീസെന്റായിട്ട് പ്രസിദ്ധീകരിച്ച 50 ഏഷ്യൻ സെലിബ്രിറ്റീസ് ഇൻ ദ വേൾഡ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തിയ താരമാണ് സോനു സൂദ്. അപ്പോൾ ഈസ്റ്റേൺ ഐ എന്ന ദിനപത്രം പ്രസിദ്ധീകരിച്ച 50 ഏഷ്യൻ സെലിബ്രിറ്റീസ് ഇൻ ദ വേൾഡ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തിയ ബോളിവുഡ് താരമാണ് സോനു സൂദ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഐ ആം നോ മെസ്സിയ എന്നുള്ളത്. അതുപോലെ തന്നെ റീസെന്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പഞ്ചാബ് സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഐക്കണായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ 2020 ഡിസംബറിൽ ഈസ്റ്റേൺ ഐ പ്രസിദ്ധീകരിച്ച 50 ഏഷ്യൻ സെലിബ്രിറ്റീസ് ഇൻ ദ വേൾഡ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തിയ താരമാണ് സോനു സൂദ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസിനെ പറ്റിയാണ്. ലെബ്രോൺ ജെയിംസിന്റെ ഫുൾ നെയിം ലെബ്രോൺ റെയ്മോൺ ജെയിംസ് സീനിയർ എന്നാണ്. അപ്പോൾ 2020 ഡിസംബറിൽ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ലെബ്രോൺ ജെയിംസിനെയാണ്. അപ്പോൾ 2020 ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ലെബ്രോൺ ജെയിംസിനെയാണ്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 ദിനങ്ങളാണ്. അതിലൊന്നാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ അല്ലെങ്കിൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷാ ദിനം. നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ മാസം 12-ാം തീയതിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഡിസംബർ മാസം 12 സാർവത്രിക ആരോഗ്യ പരിരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. 2020 സാർവത്രിക ആരോഗ്യ പരിരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഹെൽത്ത് ഫോർ ആൾ പ്രൊട്ടക്ട് എവരി വൺ എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ നമ്മൾ ആചരിക്കുന്നത് 12-ാം തീയതിയാണ്. ഡിസംബർ 12-ാം തീയതിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്. 2020 പ്രമേയം ഹെൽത്ത് ഫോർ ആൾ പ്രൊട്ടക്ട് എവരി വൺ എന്നുള്ളതാണ്. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഡിസംബർ മാസം 12-ാം തീയതി ആചരിക്കുന്ന മറ്റൊരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിഷ്പക്ഷതാ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഡിസംബർ മാസം 12 ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിയോഗമാണ്. 2020 ഡിസംബറിൽ കൊല്ലപ്പെട്ട അഫ്ഗാനിസ്ഥാൻ മാധ്യമ പ്രവർത്തകയാണ് മലാല മൈവന്ത്. അവർ
ഇനിക്കാസ് TV ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ 2020 ഡിസംബറിൽ കൊല്ലപ്പെട്ട അഫ്ഗാനിസ്ഥാൻ മാധ്യമ പ്രവർത്തകയാണ് മലാല മൈവന്ത്. അതുപോലെ തന്നെ 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസമാണ് പൌലോ റോസി. 1982 ഫിഫ വേൾഡ് കപ്പ് ഇറ്റലിക്ക് ലഭിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ 1982 ഫിഫ ഗോൾഡൻ ബൂട്ട് അവാർഡ്, അതുപോലെ ഗോൾഡൻ ബോൾ അവാർഡ്, ബാലൻഡിയോർ പുരസ്കാരം എന്നിവയൊക്കെ നേടിയിരിക്കുന്നത് പൌലോ റോസിയാണ്. അപ്പോൾ 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസമാണ് പൌലോ റോസി. അതുപോലെ 2020 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ഡി എത്രാജ്. 1962 ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ വിന്നിംഗ് ടീം അംഗം കൂടിയാണ് ഡി എത്രാജ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2020 ഡിസംബറിൽ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ശരത് പവാർ റൂറൽ പ്രോസ്പെരിറ്റി സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കണ്ട് ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അല്ലെങ്കിൽ PM വാണി എന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിക്കാൻ പോകുന്ന പദ്ധതിയുടെ പേര്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.